ഈ അമ്മായിയമ്മയ്ക്ക് ദേഷ്യം വരുമ്പോഴുണ്ടാക്കുന്ന ഈ പ്രത്യേകതരം ഭാവങ്ങളുണ്ടല്ലോ ക്ലോസപ്പിൽ, ഞാൻ അത്രയും ഭാവം ഇടാറില്ല. അതുണ്ടാക്കുക എളുപ്പമാണോ ആക്ച്വലി? ഫസ്റ്റ് തന്നെ ഇപ്പൊ നമ്മള് സീരിയൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ശ്വാസമൊക്കെ മുട്ടും. സത്യം ഞങ്ങൾ രണ്ടും പറയും ഈ സാധനം ഉണ്ടാക്കണമല്ലോ, പണ്ടത്തെ മിക്സഡ് ഒരു സൗണ്ട് ഡയറക്ടേഴ്സ്. ചിലര് നമ്മളെ അങ്ങനെ ചെയ്യും. അതായത് അവർക്ക് മനസ്സിലൊരിതുണ്ടാവും ഫീൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സട്ടിലായിട്ട് ചെയ്താലും ഇല്ല കുറച്ചും കൂടെ സിനിമയെക്കാട്ടിലും കൂടുതൽ ക്ലോസസ് വരുന്നത് സീരിയൽസിലാണ്. അപ്പം അവർക്ക് ആൾക്കാരിൽ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരൂടെ റിയാക്ഷൻ ഇട്ടാലേ പറ്റൂ. ഞാൻ ആദ്യം അഭിനയിക്കാൻ ചെന്നപ്പോ എന്നെ ഭയങ്കര ചീത്തവിളിയായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇതെന്താണ് എനിക്ക് മനസ്സിലായില്ലേ, നെഗറ്റീവാണ്, ഇച്ചിരൂടെ ഇടണം. നമ്മളെ റിയൽ ലൈഫിൽ ആരും അങ്ങനെ അത്രയും ഇടോ ഇല്ല. ഈ കണ്ണുകളും ഒക്കെ അത്രയും തുറപ്പിക്കാൻ അല്ല, ആ ട്രെൻഡ് ഇപ്പൊ അങ്ങനത്തെ ഇല്ലാന്ന് തോന്നുന്നു, കുറച്ച് കുറവാണ്. ഈ ഡാൻസ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്കൊരു ഫെമിനിറ്റി ഉണ്ടെന്നും അല്ലെങ്കിൽ ഫെമിനൈൻ നേച്ചർ ഉണ്ടെന്നും അവർക്ക് മാസ്കുലിനായ റോളുകൾ എടുത്താൽ പോകില്ല, അല്ലെങ്കിൽ എടുക്കാൻ അവരെ കാസ്റ്റ് ചെയ്യാൻ അത് ഒരു കറക്റ്റ് ഓപ്ഷൻ ആയിരിക്കില്ല എന്ന് പറയുകയും, എന്നാൽ അത് ബ്രേക്ക് ചെയ്തിട്ട് ആളുകൾ നന്നായി പെർഫോം ചെയ്യാറുണ്ട്. അത് ആകാശ് സ്വയം ബ്രേക്ക് ചെയ്യുന്നു, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ച് ഓഫ് സ്ക്രീൻ ഞാൻ എന്താണെന്നുള്ളത് എന്റെ കാര്യമാണ്. ഓൺ സ്ക്രീനിൽ എന്നെ സംബന്ധിച്ച് എന്റെ എന്തെങ്കിലും ഒരു കാര്യം ഒരിക്കലും അതിനകത്ത് ഉണ്ടാവില്ല, റിയൽ ലൈഫിൽ ഉണ്ടാവരുത്. അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ എല്ലാവർക്കും ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ഉള്ള പേഴ്സൺസ് ആണ് ഹ്യൂമൻ ബീങ്സ് എല്ലാം, ഫീമെയിൽ മെയിൽ. അത് ചിലപ്പോൾ ഡൗൺ ആവാം, ഹൈ ആവാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിൽ ചിലപ്പോൾ എന്റെ ഫിസിക്കലി ഞാനിപ്പോ എന്നെ നേരിൽ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പലതും തോന്നുമായിരിക്കും, അത് ഓരോരുത്തരുടെ ഒരു കോൺസെപ്റ്റ് ആണ്. ഞാൻ സ്ക്രീനിൽ ചെയ്യുമ്പോൾ എൻ്റെ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ കാലത്തിനെക്കാട്ടിലും ഞാൻ മനസ്സിലാക്കിയത് MGR, ശിവാജി ഗണേശൻ അവരെല്ലാം ഡാൻസ് പഠിച്ചിട്ടാണ് അവർ അഭിനയിക്കാൻ വരുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ദൈവം സഹായിച്ച് ഞാൻ ഡാൻസർ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു ഫീൽഡിലേ ഞാൻ വരില്ല. ഞാൻ ഡാൻസർ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അഭിനയിക്കാൻ പറ്റുന്നത്, ഞാൻ വിശ്വസിക്കുന്നു. അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വിത്തൗട്ട് ഡാൻസ് ഐ കാൻ ഡു എനിത്തിങ്. ഒന്നും എനിക്കറിയില്ല. എനിക്കിപ്പോൾ അല്ലാണ്ട് ഇപ്പം ഈ സ്ക്രിപ്റ്റ് അല്ലാണ്ട് എൻ്റെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് എന്നോട് ഇവരെല്ലാം ഓൾറെഡി എല്ലാം പഠിച്ചെല്ലാം, കാരണം എനിക്ക് മലയാളം ബേസിക്കലി ഞാൻ ചെന്നൈയാണ്, തമിഴാണ്, ഹാഫ് മലയാളി ഹാഫ് തമിഴാണ്. ഇവരൊക്കെ എല്ലാം സ്ക്രിപ്റ്റ് എല്ലാം ഓൾറെഡി സീൻസ് എല്ലാം കൊടുക്കും. എനിക്ക് ആ സമയത്ത് ആര് പ്രോമിറ്റ് ചെയ്തിരുന്നു അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഞാൻ മുമ്പേ സീൻസ് വായിച്ചിരുന്നുണ്ടെങ്കിലും എൻ്റെ ഡയലോഗ്സ് ഒന്നും എനിക്കിത് ഓർത്ത് പറയാൻ പറ്റില്ല. ആ സ്പോട്ടിൽ പറഞ്ഞ് ഞാൻ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, ഡാൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വർഷം പിടിച്ചു നിൽക്കുന്നു. എൻ്റെ ക്യാരക്ടർ ചെയ്തിട്ട് ഇന്ന് വരെ ഒരാൾ ഒരു മോശം പറഞ്ഞിട്ടില്ല, ദൈവം സഹായിച്ച്. നമ്മളെ പേഴ്സണൽ ലൈഫ് വേറെ, നമ്മളെ പ്രൊഫഷണൽ ലൈഫ് വേറെ, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ അതിൽ എനിക്കിതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ കാണുന്ന ആൾക്കാർക്ക് ഇപ്പം നമ്മളെ കുറിച്ച് ഇപ്പം എല്ലാവരും നല്ലത് പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഒരാൾ നെഗറ്റീവ് പറയുന്നില്ല, ഒരാൾ എന്തെങ്കിലും ഒരു മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാരൻ നമ്മൾ അത്രയും ടൈം നമ്മളെ സ്റ്റഡി ചെയ്യുന്നു. ആ പുള്ളിയുടെ ലൈഫിൽ പുള്ളിക്ക് ചെയ്യേണ്ട കാര്യം ആ ടൈം പോലും നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അതിൽ നല്ല സന്തോഷിക്കല്ലേ വേണ്ടത്. ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാറുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് വിചാരിച്ചാലും ഞാൻ എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ ജോലിയിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നാൽ ഓക്കെ. ഇന്ന് വരെ ഇത്രയും ഏകദേശം 13 years ആയി. എൻ്റെ 12th സീരിയലാണത്. 12th അല്ല 13th തന്നെയാണ്. സോ ഇതുവരെ ദൈവം സഹായിച്ച എനിക്കൊരു ബാഡ് കമന്റ്സ് എൻ്റെ ക്യാരക്ടർ വൈസ് എനിക്ക് വന്നിട്ടില്ല. എനിക്ക് കൂടുതൽ ചെയ്തിട്ടുള്ള നെഗറ്റീവാണ്. ഇപ്പൊ നേരത്തെ നമ്മുടെ ഈ ഹോർമോൺസിന്റെ ബാലൻസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ലാലേട്ടൻ എടുത്തൊരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫെമിനൈൻ നേച്ചറിനെ എംബ്രേസ് ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എല്ലാ ആണുങ്ങളുടെ ഉള്ളിലും ഒരു പെണ്ണുണ്ട് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് അതിന്റെ ഒരു തെളിവാണല്ലോ നമ്മുടെ മെയിൽ ഹോർമോൺ ഫീമെയിൽ ഹോർമോൺ. എന്തുകൊണ്ട് മെയിലിന് മെയിൽ ഹോർമോൺ മാത്രം ഇല്ലാത്ത അല്ലേ? എത്രയോ ലേഡീസ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ആസ് എ മെയിൽ ഇല്ലേ? അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഒരു ഫെമിനിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ഒരു മിക്ക ആർട്ടിസ്റ്റിലും ഉണ്ടാവില്ലായിരുന്നു. വിനീതേട്ടനൊക്കെ എത്ര സിനിമ അഭിനയിച്ചു, പുള്ളിക്കാരൻ നല്ലൊരു ഡാൻസർ അല്ലേ? ഞാൻ മനസ്സിലാക്കിയതോളം എന്നെ സംബന്ധിച്ച് ഡാൻസ് ഉണ്ടാവുക മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലാണ്ട് എനിക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എല്ലാവരും ഉള്ളിൽ ഒരു ഫെമിനിറ്റി ഉണ്ട്. ചിലപ്പോൾ അത് കൂടുതലാവാം കുറവാവാം. നമ്മൾ ഈ ഒരു സാധനം കൊണ്ട് മറ്റൊരാളിനെ ഹേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം അന്വേഷിക്കും. ഇപ്പൊ എന്റെ ഫെമിനിറ്റി ഞാൻ കാണിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഭാഗത്ത് അത് എന്തുണ്ടെങ്കിൽ മറ്റാളിനെ ഒരു ഹേർട്ട് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല അതില്. ഇപ്പൊ ഞാനിരിക്കുന്ന ഇപ്പൊ എന്റെ കാര്യം എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ വേറെ ഒരാളിനൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ
ഒരു കുഴപ്പമില്ലല്ലോ. അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആകാശിന് ഒരു സ്ത്രൈണതയുണ്ട് എന്നാണ് ആളുകൾ പറഞ്ഞാൽ അതിൽ ആകാശ് വളരെ കംഫർട്ടബിളും വളരെ ഓക്കെ ഹാപ്പിയാണ്. ഓക്കെ, അതാ പറഞ്ഞത്. ഇപ്പം ഈ ഓപ്പോസിറ്റ് ആളിന് ചിലപ്പോൾ ഇത് തോന്നണമെന്നില്ല. ഇപ്പൊ ഒരു 5 പേരുണ്ടെങ്കിൽ ഈ 5 പേര് ഞാൻ നല്ലതാണ് അല്ലെ ഞാൻ ഇങ്ങനെയാണെന്ന് അവർ സ്റ്റാമ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പലർക്കും പല മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പലർക്കും പല വിഷൻ ആയിരിക്കാം, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഇല്ലേ. മതി. വെരി ചിൽ പേഴ്സൺ. എന്തെന്നറിയോ, ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കാറേ ഇല്ല ഇപ്പൊ. കാരണം നമ്മൾ ഈ ഒരു ആളിനെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്തുമാത്രം നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതെല്ലാം മറച്ചിട്ടാണ് മറ്റാൾക്കാരടുത്ത് നമ്മൾ അവരെ മോശമായിട്ട് പറയാൻ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുമ്പോ നമ്മളെ പറയുന്ന ആയുർവേദം വേറെ ഉണ്ടാവും. അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ. എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ആം. എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് എന്നെ അറിയാം, അത് മതി. എനിക്ക് ആർക്കും നമുക്ക് ബോധിപ്പിച്ച് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ എല്ലാവരും നമ്മൾ പ്ലീസ് ചെയ്തും ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നെ കുറിച്ച് നല്ലതേ പറയാം കേട്ടോ, എന്നെ കുറിച്ച് മോശം പറയരുത്, എന്നെ കുറിച്ച് നല്ലത് പറയുന്നതാണ് എനിക്ക് ഇഷ്ടം, അങ്ങനെ എനിക്കൊരു പ്രശ്നമില്ല. അതിന് കമന്റ്സ് ഒന്നും വായിക്കാറ് പോലും ഇല്ല. അവർ എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ഹാപ്പിയാണ്. കാരണം അവരവരെ ഫാമിലി ചെലവാക്കുന്ന സമയം അവർ എനിക്ക് വേണ്ടി ചെലവാക്കുന്നത് അല്ലേ. ഈ ലോകത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? മറ്റവർക്ക് വേണ്ടി നമ്മൾ ആരെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യുമോ? അപ്പൊ ഈ കുത്തിരുന്ന് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആ വീഡിയോയ്ക്ക് ഇത്രയും പാരഗ്രാഫ് ഞാൻ ഒരു നമ്മുടെ ഒരു കഴിഞ്ഞ ലാസ്റ്റ് ഇന്റർവ്യൂല് ഞാൻ നോക്കിയപ്പോ ഇതിന് എങ്ങനെ സമയം കിട്ടുന്നു? ഇത് അക്ഷരത്തെറ്റില്ലാണ്ട് അതും ഈ കമന്റ്സിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ അയക്കുകയാണ്. അപ്പൊ അവര് നമ്മളെ നോക്കുന്നുണ്ട്, അവര് നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അവര് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ്, അവർക്ക് വേണ്ടി ഫാമിലിക്ക് ചെയ്തൂടെ? പുള്ളി ആര് ചെയ്യുന്നു? അവരുടെ ലൈഫിൽ അവരുടെ ഫ്യൂച്ചറിൽ വേണ്ടി എന്തെങ്കിലും ടൈം നോക്കിക്കൂടെ? ആരും ചെയ്യുന്നില്ലല്ലോ. അതിനകത്ത് ഈ ആൺ പെൺ വേർതിരിവിലൊക്കെ ഒരുപാട് കമന്റുകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാവും. അതിലേതെങ്കിലും പേഴ്സണലി വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് കയറിയിട്ടില്ല. എന്നെ സംബന്ധിച്ച് അത് പ്രശ്നമേ അല്ല. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെ എങ്ങനെ കാണാൻ തോന്നുന്നു അങ്ങനെ ആയിക്കോട്ടെ. എന്താണ് നമ്മൾ ഒരു ദൈവത്തിന്റെ കോൺസെപ്റ്റിൽ എന്താണ് അർദ്ധനാരീശ്വരൻ എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? ഒരു സ്ത്രീയിൽ ഒരു പുരുഷനുണ്ട്, ഒരു പുരുഷനിൽ ഒരു സ്ത്രീയുണ്ട്. ഈക്വൽ ബാലൻസിങ് ആണ് എല്ലാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മളത് എങ്ങനെ കാണുന്നുള്ളതാണ്. എന്നെ കൊണ്ട് മറ്റാൾക്കാർ ഉപദ്രവം ഉണ്ടോ? അത് മാത്രം നോക്കി. എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയാം, നിന്റെ ഈ ഒരു കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണ്. എൻ്റെ ഫാമിലിക്ക് ഇല്ല, എൻ്റെ കൂടെയുള്ളവർക്ക് ഇല്ല, പിന്നെ മറ്റാൾക്കാർക്ക് എന്താണ്? നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുന്നു, നമ്മൾ ആരും ഉപദ്രവിക്കാതെ ജീവിക്കുന്നു. ബി യുവർ സെൽഫ്. എനിക്ക് ഒറ്റ വാക്ക് ഞാൻ എല്ലാവരും ഇവളോട് ഞാൻ എപ്പോഴും പറയും, ബി യുവർ സെൽഫ്. നമ്മൾ ആരും എന്ത് ചിന്തിക്കുന്നു നമ്മൾ ജീവിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു കമന്റ് ഒക്കെ വിനോട് പോയി ചോദിക്കടാ, എനിക്ക് വിഷമം. ഞാൻ ഇല്ലില്ല, ആദ്യമൊക്കെ ഡൗൺ ആകുമായിരുന്നു, ഇപ്പൊ ആകുന്നില്ല. പക്ഷെ ഡയറക്റ്റ് നമ്മുടെ ബാക്കിൽ പോയി പറയുമ്പോ ഒക്കെ ഞാൻ ഡൗൺ ആവും ജസ്റ്റ്, പക്ഷെ കുറച്ചു നേരത്തിന് മാത്രം.